സിനിമാ പ്രേമികളുടെയെല്ലാം ഇപ്പോഴത്തെ സംസാര വിഷയം ഭ്രമയുഗം എന്ന സിനിമയെക്കുറിച്ചാണ്. മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ ചിത്രം തിയേറ്ററുകളിൽ മികച്ച പ്രതികരണമായി മുന്നേറുകയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത സിനിമ മമ്മൂട്ടിയുടെ പ്രകടനത്തിനൊപ്പം അർജുൻ അശോകന്റെയും സിദ്ധാർത്ഥ് ഭരതന്റെയും വേഷങ്ങളും ശ്രദ്ധേയമാണ്. ആരാധകരെ സംബന്ധിച്ച് മമ്മൂക്കയിലെ നടന്റെ ഈ വ്യത്യസ്തമായ ഭാവപകർച്ചകൾ കാണുന്ന ത്രില്ലിലാണ്. മമ്മൂക്കയല്ലാതെ ഭ്രമയുഗത്തിലെ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ മറ്റാരുമില്ലെന്ന് ഇതിനോടകം തന്നെ ആരാധകർ വിധിയെഴുതി കഴിഞ്ഞു. ഇപ്പോഴിതാ ഈ ചിത്രത്തിന്റെ ഭാഗമായതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് നടി അമൽ ഡാലിസ്. സിനിമ സൂപ്പർ ഹിറ്റാണ്, തിയേറ്ററിൽ തന്നെ കാണണം. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. ആളുകളൊക്കെ വിളിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. മമ്മൂക്ക നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാ നടന്മാരുടെയും പെർഫോമൻസും പിന്നിലുള്ളവരുടെ ശ്രമങ്ങളും തിയേറ്ററിൽ തന്നെ കാണണം. മമ്മൂക്കയ്ക്ക് എങ്ങനെ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ വരുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ട്. ഒരു വല്ലാത്ത മീറ്ററിലാണ് ഈ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. നല്ല നല്ല കഥാപാത്രങ്ങളാണ് മമ്മൂക്കയെ തേടിയെത്തുന്നത്. വേണമെങ്കിൽ അദ്ദേഹത്തിന് ചിന്തിക്കാം എന്തെങ്കിലും ചെയ്താൽ മതിയെന്ന്. പക്ഷേ അദ്ദേഹം സിനിമ തിരഞ്ഞെടുക്കുന്നത് അത്രത്തോളം പാഷനോടെയാണ്. മമ്മൂക്കയുടെ സ്കില്ലൊന്നും തീരില്ല. ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്യും. എനിക്ക് ഈ വേഷം കിട്ടിയത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഒരു സ്ക്രീൻ ടെസ്റ്റ് പോലും ഇല്ലാതെയാണ് ഈ വേഷം എനിക്ക് കിട്ടിയത്. മമ്മൂക്കയോടൊപ്പം അഭിനയിക്കുന്നതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം നമ്മളെ സംസാരിച്ച് നല്ല കംഫേർട്ടാക്കും. പോരാഞ്ഞ് ഡയറക്ടർ നല്ല സ്പേസ് തന്നിരുന്നു. ഞങ്ങളത് ടെസ്റ്റ് ഷൂട്ട് നടത്തി കളറിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കണ്ടു നോക്കി. ആർക്കും കളറിൽ അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഈ സ്റ്റോറിയെ ഒരു ഫെയറി ടെയിലിലേക്ക് കൊണ്ടുപോകുന്നത് എൻ്റെ കഥാപാത്രമാണ്. മമ്മൂക്ക സെറ്റിലൊക്കെ ഭയങ്കര എനർജറ്റിക്കാണ്. സസ്പെൻസ് ഉള്ളതുകൊണ്ടാണ് എൻ്റെ ഫോട്ടോ പോസ്റ്ററിൽ ഇല്ലാതിരുന്നത്. മണികണ്ഠൻ്റെ കൂടെയായിരുന്നു ആദ്യത്തെ വർക്ക്. ഇപ്പോൾ വീണ്ടും ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം. ഞാൻ ഇതുവരെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ നടന്മാരും ദുൽഖർ ഉൾപ്പെടെ എനിക്ക് തുടക്കക്കാരി എന്ന നിലയിൽ നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. നല്ല മനുഷ്യന്മാരാണ് നല്ല നടന്മാർ എന്നതിനേക്കാൾ. പ്രിവ്യൂ മുതൽ സിനിമ ഒറ്റവട്ടമേ കണ്ടുള്ളൂ. ഇനി മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ട് വേണം ഒന്നുകൂടി കാണാൻ. ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ സിനിമ കണ്ടിട്ട് നന്നായി എന്ന് പറഞ്ഞു. മമ്മൂക്കയുടെ കൂടെ ഇനിയും സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെയാണ് ലാലേട്ടൻ്റെ കൂടെയും. ഇവരൊക്കെ വർഷത്തിൽ 2-3 സിനിമയെ ചെയ്യുള്ളൂ. അതിലൊരു ഭാഗമാകാൻ കഴിയുക ഒരു ഭാഗ്യമാണ്. സിനിമയിൽ വന്നിട്ട് 8 വർഷമായി. തനിക്ക് കിട്ടുന്ന സിനിമകളിൽ നിന്നും ഇഷ്ടമുള്ളത് നോക്കിയാണ് സെലക്ട് ചെയ്യുന്നതെന്നും അമൽഡ പറയുന്നു. ഭ്രമയുഗത്തിൽ യക്ഷിയുടെ കഥാപാത്രമാണ് താരം അവതരിപ്പിച്ചത്. സിനിമയിൽ വന്നിട്ട് 8 വർഷമായെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ചർച്ചയാകുന്ന ഒരു കഥാപാത്രം അമൽഡയെ തേടിയെത്തിയത് ഇപ്പോഴാണ്. മോഡലിങ്ങിലൂടെയാണ് നടി തൻ്റെ കരിയറിന് തുടക്കമിടുന്നത്. 2016 കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിക്കുന്നത്. റോസമ്മ എന്ന കഥാപാത്രത്തെയാണ് അതിൽ അവതരിപ്പിച്ചത്. അതിനുശേഷം 2019 നയൻ എന്ന സിനിമയുമായി എത്തി. അണ്ടർവേൾഡ്, സീ യു സൂൺ, സുലേഖ മൻസിൽ, ട്രാൻസ് എന്നീ സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട്. ഭ്രമയുഗത്തിന് ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികം മൗത്ത് പബ്ലിസിറ്റി കിട്ടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് മാസങ്ങൾക്ക് മുമ്പ് ആസിഫ് അലി നൽകിയ അഭിമുഖങ്ങൾ വൈറലാവുന്നത്. ഭ്രമയുഗത്തിലേക്ക് മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കാൻ ആദ്യം വിളിച്ചത് ആസിഫ് അലി ആയിരുന്നു അത്രേ. അർജുൻ അശോകൻ ചെയ്ത വേഷത്തിലേക്കാണ് തന്നെ വിളിച്ചതെന്നും താരം അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. സിനിമ ഒരു എക്സ്ട്രാ ഓർഡിനറി സംഭവമായിരിക്കുമെന്ന് ആസിഫ് അന്ന് പറഞ്ഞതും ഇന്ന് സത്യമായി. അത്രയും വിശ്വാസമുണ്ടായിരുന്നിട്ടും ആസിഫ് അലി എന്തിന് സിനിമയോട് നോ പറഞ്ഞു എന്നതാണ് ചോദ്യം. ഭ്രമയുഗത്തിൻ്റെ ഷൂട്ടിംഗ് റീഷെഡ്യൂൾ ചെയ്തപ്പോൾ എൻ്റെ മറ്റൊരു സിനിമയുടെ ഡേറ്റുമായി ക്ലാഷായി. ഏറ്റെടുക്കാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് ഭ്രമയുഗം ചെയ്യാൻ പറ്റാതെ പോയത്. അതിൽ എനിക്കിന്ന് വിഷമമുണ്ട് എന്നാണ് ആസിഫ് അലി പറഞ്ഞത്. സോക്കോൾഡ് സിനിമകൾ എടുക്കാൻ നിലനിൽപ്പിൻ്റെ പ്രശ്നമോർത്ത് നടന്മാർ മടിക്കുമ്പോൾ ആ പേടി മാറ്റിത്തന്ന നടനാണ് മമ്മൂക്ക. റോഷാക്ക് എന്ന ചിത്രം ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള വെല്ലുവിളിയുള്ള കഥാപാത്രങ്ങൾ ഒരു നടൻ എന്ന നിലയിൽ എടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഭ്രമയുഗം എന്ന സിനിമ. ആ സിനിമയെക്കുറിച്ചുള്ള മമ്മൂക്കയുടെ ജഡ്ജ്മെൻറ്റ് വിശ്വസിക്കാൻ കഴിയാത്തതാണ്. ഭ്രമയുഗത്തിലെ ആ വേഷം മമ്മൂക്ക ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഈ സിനിമ ഏറ്റെടുത്ത് ചെയ്യണമെങ്കിൽ അതിനൊരു ധൈര്യം വേണം. അത് മമ്മൂക്ക കാണിച്ചു എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ ധൈര്യം ഇൻസ്പയറിംഗ് ആണ്. അതുകൊണ്ടാണ് ഇന്നും മലയാളത്തിൽ മഹാനടനായി നിൽക്കുന്നത്. സിനിമ ഓടുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മലയാളത്തിലെ നമ്പർ 1 സിനിമയായിരിക്കും അതെന്നാണ് 5 മാസങ്ങൾക്ക് മുമ്പ് ആസിഫ് അലി പറഞ്ഞത്. ആ പ്രഡിക്ഷൻ ശരിയായി എന്ന് ഇന്ന് ആരാധകർ ഒരേ സ്വരത്തിൽ പറയുന്നു.
കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.